കണ്ണൂരിൽ യുവതി കുഞ്ഞുമായി പുഴയിൽ ചാടിയ സംഭവത്തിൽ ഭർത്താവിന്റെ കുടുംബത്തിനെതിരെ ആരോപണവുമായി കുടുംബം. ഭർത്താവിന്റെ അമ്മയെക്കുറിച്ച് റീമ നിരവധി തവണ പരാതി പറഞ്ഞിരുന്നുവെന്ന് അച്ഛൻ പറഞ്ഞു. ഭർത്താവ് ഒരു ഘട്ടത്തിലും റിമയെ കേൾക്കാനോ പരിഗണിക്കാനോ തയ്യാറായില്ല. മകളെ തളർത്തിയത് കുഞ്ഞിനെ കൂടെ കൊണ്ടുപോകും എന്ന ഭർത്താവിന്റെ പിടിവാശിയെന്നും അച്ഛൻ മോഹനൻ പറഞ്ഞു. ഞാൻ കുട്ടീനെ കൂട്ടാൻ വരും, പോലീസായിട്ട് വരും, നീ ഒന്നും നമുക്കൊരു വിഷയമല്ല, നിന്നെ എനിക്ക് വേണ്ട, അങ്ങനെ നല്ല വേണ്ട. കാരണം ഈ അമ്മ കാരണം അമ്മ എന്താ പറയുന്നത് അത് മാത്രമേ അവൻ അനുസരിക്കൂ. ഈ ഭാര്യക്കും കുട്ടിക്കും അവനൊരു ഇത് കൊടുത്തില്ല. അപ്പോൾ അവള് മാനസികമായിട്ട് അവിടെ സമാധാനത്തിലല്ല നിന്നിരുന്നത്. അവനും അവൻ്റെ അമ്മയും തന്നെയാണ് ഇതിന് മെയിനായിട്ടുള്ള ഉത്തരവാദി. കംപ്ലീറ്റ് അവരാണ്. അപ്പോൾ ഇതിന് തക്കതായ ശിക്ഷ അവർക്ക് ഏത് നിയമത്തിൻ്റെ വകുപ്പിലായാലും അവന് വാങ്ങിച്ചു കൊടുക്കണം. അവനും അവൻ്റെ അമ്മക്കും കിട്ടിയിരിക്കണം. എന്നാലേ എൻ്റെ മോൾക്ക് ആത്മാവിന് ശാന്തി കിട്ടുള്ളൂ. വിവരങ്ങളുമായി നിഖിലാണ് ചേരുന്നത്. നിഖിൽ, ഏറെ ഞെട്ടിക്കുന്ന ഒരു സംഭവമായിരുന്നു ഇന്നുണ്ടായത്. പ്രത്യേകിച്ചും ഇന്ന് കൊല്ലത്തൊരു സംഭവം ഉണ്ടായതിന് തൊട്ടു പിന്നാലെയാണ് ഇങ്ങനെ കണ്ണൂരിലും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. എന്താണ് ശരിക്കും അവരുടെ കുടുംബത്തിൽ സംഭവിച്ചത്? അതുപോലെ തന്നെ കുട്ടിക്കായിട്ടുള്ള തിരച്ചിൽ നടക്കുകയാണ് എന്നെല്ലാം നേരത്തെ പറഞ്ഞിരുന്നു. അതിന്റെ കാര്യം എന്തായി? അത് ഏതായാലും ഈ കണ്ണൂരിൽ യുവതി കുഞ്ഞിനെയും എടുത്ത് പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ യുവതിയുടെ ഭർത്താവിന്റെ കുടുംബത്തിനെതിരെ അതിരൂക്ഷമായ അല്ലെങ്കിൽ ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് ഇപ്പോൾ മരിച്ച റീമയുടെ അച്ഛൻ മോഹനൻ ഉന്നയിക്കുന്നത്. ഭർത്താവിന്റെ അമ്മയെക്കുറിച്ചാണ് കൂടുതലും പരാതികൾ ഉള്ളത്. ഭർത്താവിന്റെ അമ്മയുടെ ഭാഗത്ത് നിന്ന് റീമയ്ക്ക് നിരവധി മോശമായ പെരുമാറ്റങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അത്തരം പെരുമാറ്റങ്ങൾ നിരന്തരം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. ഈ അമ്മയോടൊപ്പം ഈ ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കാൻ സാധിക്കില്ല എന്നൊരു നിലപാട് എടുത്തിരുന്നു. എന്നാൽ ഈ ഭർത്താവായ ഇരിണാവ് സ്വദേശി കമൽ രാജ് അതിന് തയ്യാറായില്ല. അമ്മയ്ക്കൊപ്പം നിന്നു, അല്ലെങ്കിൽ അമ്മ പറയുന്നതിനൊപ്പം നിന്നു എന്നാണ് ഇപ്പോൾ ഈ അച്ഛൻ മോഹനൻ പറയുന്നത്. ഈ പ്രശ്നങ്ങൾ ഏറെ നാളായി ഉണ്ട്. ഈ കുഞ്ഞ് ജനിച്ചത് മുതൽ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അതിനുശേഷം ഈ സ്വന്തം വീട്ടിലേക്ക് റീമ വന്ന് താമസിക്കുകയായിരുന്നു. അങ്ങനെ താമസിക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ ബുധനാഴ്ച ഭർത്താവ് കമൽ രാജ് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് എത്തിയത്. ഈ നാട്ടിലേക്ക് എത്തിയതിന് പിന്നാലെ ഇവരുടെ വീട്ടിലേക്ക് വരികയും ഈ കുഞ്ഞിനെ തനിക്ക് വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഈ ഏകദേശം 2 വർഷത്തോളമായി പിരിഞ്ഞ് താമസിക്കുന്ന ഇവർ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ആലോചനയിലായിരുന്നു. റീമ അത്തരത്തിൽ മാനസികമായി വിവാഹമോചനം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. ഈ സന്ദർഭത്തിലാണ് കുഞ്ഞിനെ തനിക്കൊപ്പം വിടണം, കുഞ്ഞിനെ തനിക്ക് അവകാശപ്പെട്ടതാണ് കുഞ്ഞ് എന്ന ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഭർത്താവ് റീമയുടെ വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ കുഞ്ഞിനെ ശരി നിഖിൽ, എന്തായാലും ഏറെ ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ് ഇപ്പോൾ കണ്ണൂരിൽ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. റീമയുടെ മരണം, അതിൽ ഭർത്താവിന്റെ കുടുംബത്തിനെതിരെ വലിയ തരത്തിലുള്ള ആരോപണമാണ് ഇപ്പോൾ റീമയുടെ കുടുംബം ഉന്നയിക്കുന്നത്.